കാന്തപുരം മുസലിയാർ സമസ്തയുടെ വലിയ നേതാവായിട്ടുള്ള കാന്തപുരം മുസലിയാർ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ പോയ അദ്ദേഹം ചായയെ കുടിച്ച് പ്രധാനമന്ത്രിയോടൊപ്പം അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് വീൽ ചെയർ പോലുള്ള സംവിധാനത്തിലാണ് പോയത്. അവിടെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നു. ലോകത്തിലെ രണ്ടാമനാണ്, അത് മനസ്സിലാക്കുക. ഏറ്റവും ഒന്നാമൻ പിന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഒരുപക്ഷെ പ്രശസ്തിയിലും പേരിലും ട്രംപിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ആളാണ് നരേന്ദ്രമോദി. എന്നിട്ട് അദ്ദേഹം വളരെ വിനയത്തോടു കൂടി, അത് പിന്നെ അദ്ദേഹത്തിൻ്റെ വിനയം അല്ലാതെ നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ പിന്നെ നമ്മുടെ കൗൺസിലർമാർ പോയപ്പോൾ കൗൺസിലർമാർ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറയുന്ന അതൊരു വലിയ വിനയമാണ്. അല്ലാതെ ടേബിളിലിരുന്നിട്ട് ഡയസിലിരുന്ന് പറയുകയല്ലല്ലോ ചെയ്തത്, എന്നിട്ട് അങ്ങോട്ട് വിളിക്കുകയൊന്നും അല്ലല്ലോ ചെയ്തത്. അപ്പോൾ ഒരു വലിയൊരു വിനയത്തിൻ്റെ ആളാണ് അദ്ദേഹം, വലിയ ഒരു സാത്വികനാണ്. അപ്പോൾ എന്തായാലും ഈ കാന്തപുരമായിട്ട് സംസാരിച്ചു. അതല്ല പ്രശ്നം. ഈ നമ്മുടെ കമ്മികൾക്കും കൊങ്ങികൾക്കും സുഡാപ്പികൾക്കും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാനില്ലായിരുന്നു. അവർ പിന്നെ ഭജനയൊക്കെ പാടി തീർത്ത സമയം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കാന്തപുരം വേറൊരു അടിയടിച്ചിട്ടുണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പത്രത്തിന് ഒരു കൊടുത്തു, ഒരു മീഡിയയ്ക്ക് ബൈറ്റ് കൊടുത്തു. ആ ബൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് തകർന്നു പോകും കേരളത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് പിണറായിയൊക്കെ നെഞ്ചിലടിച്ച് വിളിയാണ്. എന്താ പറഞ്ഞ അദ്ദേഹം കാന്തപുരം? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, പള്ളികൾ സുരക്ഷിതമാണ്, മുസ്ലിം സ്ഥാപനങ്ങൾ സുരക്ഷിതമാണ്, മർക്കസ് പോലുള്ള സ്ഥാപനങ്ങൾ ലോകപ്രശസ്തമാണ്, നരേന്ദ്രമോദിയുടെ ഭരണം ലോകപ്രസിദ്ധമാണ്, നരേന്ദ്രമോദി അടിപൊളിയാണ്, BJP അടിപൊളിയാണ്. പറയുന്നതാരാ? കാന്തപുരം മുസ്ലിയാർ സമസ്തയുടെ കാന്തപുരം മുസ്ലിയാറിൻ്റെ അവരുടെ സുവർണ ജൂബിലിയുടെ സമാപനം ഇവിടെ നടക്കാൻ പോവുകയാണ്. നരേന്ദ്രമോദിയെ വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മലപ്പുറത്ത് മോഡി വരും. എന്തൊരു രസമുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പോട് അടുക്കുമ്പോൾ എന്ത് രസമുണ്ട്. ഇതറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി ഓടിപ്പോയി ഒരു പള്ളിയിൽ അച്ഛൻ്റെ പിതാവിൻ്റെ വീട്ടിൽ. ഇതാമെങ്കിൽ പിതാവ് മൊല്ലാക്കി ഏതെങ്കിലുമൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ തിരുവല്ല പോയ കൂട്ടത്തിൽ മറ്റേ കൊച്ചിനെ കാണാൻ, പിന്നെ അലീനിനെ കാണാൻ പോയ കൂട്ടത്തിൽ, അവയവദാനം ചെയ്ത കുഞ്ഞിനെ കാണാൻ പോയ കൂട്ടത്തിൽ, കുഞ്ഞിൻ്റെ വീട്ടിൽ പോയ കൂട്ടത്തിൽ നേരെ വണ്ടി റിവേഴ്സ് എടുത്ത് അവിടെ അച്ഛൻ്റെ പിതാവിൻ്റെ ജന്മദിനമായിരുന്നു. അവിടെയും കയറി വിളിച്ചൊന്നുമില്ല, എന്നാലും പോണ വഴിക്ക് ജന്മദിനം, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ശീലി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് വഴി പോയ വഴിക്ക് അവിടെ നിന്ന് കയറി കിടാൻ വിളിച്ചില്ല, പോണ വഴിക്ക് കയറാം. അങ്ങനെ ഇവർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പോണ വഴിക്ക് ആരുടെയെങ്കിലും ജന്മദിനമോ, പക്ഷേ പ്രധാനപ്പെട്ട ആളുകളായിരിക്കണം, വല്ല പള്ളിയിലച്ചന്മാരോ മൊല്ലാക്കന്മാരോ നമ്പൂരിമാരോ അല്ലെങ്കിൽ പോറ്റിമാരോ ശബരിമല മേൽശാന്തിയോ കീഴ്ശാന്തിയോ ഒക്കെ ആയിരിക്കണം, അല്ല നമ്മുടെ ആരും വീട്ടിൽ വരത്തില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാന്തപുരത്തിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ചേട്ടന്മാരെല്ലാം അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്.